NCT 2026 കംപ്ലീറ്റ് അപ്ലിക്കേഷൻ പ്രൊസീജിയർ ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആണ് പറയുന്നത്. ഒരു മിസ്റ്റേക്സും കൂടാതെ NCT എങ്ങനെ അപ്ലൈ ചെയ്യാൻ നമുക്ക് നോക്കാം. നിങ്ങൾ NCT ആസ്പിറന്റ് ആണെങ്കിൽ ഈ വീഡിയോ മുഴുവനായും കാണുക. നമുക്ക് ഇതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് exams.nta.nic./nct/ എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഗൂഗിളിൽ അടിച്ചു കൊടുക്കുമ്പോൾ അതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകും. NCTയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇതാണ്. ഇതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. ഇൻഫർമേഷൻ ബുള്ളറ്റിൻ, സിലബസ്, യൂണിവേഴ്സിറ്റീസ്, എലിജിബിലിറ്റി, മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നമുക്കിതിൽ ക്ലിക്ക് ചെയ്യേണ്ട വെച്ചാൽ നമുക്കിതിൽ നോക്കേണ്ടത് വെച്ചാൽ ഇതിന്റെ രജിസ്ട്രേഷൻ ഫോർ NCT 2026 ഈസ് ലൈവ് എന്നുള്ള ഭാഗത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ മറ്റൊരു പേജിലേക്ക് കടന്നു വരും. ഇവിടെ രജിസ്ട്രേഷൻ ഫോർ NCT 2026 എന്ന് കാണാൻ പറ്റും. ഒരു റെഡ് കളറിൽ എഴുതി കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ മറ്റൊരു പേജിലേക്ക് കയറി പോകും. അപ്പോൾ ഇവിടെ മുതലാണ് നമ്മളുടെ NCTയുടെ അപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കിതിൽ ഇങ്ങനെ കാണാൻ പറ്റും, 3 ഫേസുകൾ കാണാൻ പറ്റും. ഇതിൽ നമ്മൾ ന്യൂ രജിസ്ട്രേഷൻ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ മറ്റൊരു പേജിലേക്ക് കടക്കും. അപ്പോൾ ഇവിടെ മുതൽ നമ്മൾ ശ്രദ്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നോക്കാണ്ട് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വായിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ NCTയിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ നമ്മൾക്ക് ഇതിൽ കാണുന്ന ഡൗൺലോഡ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ആണ്. ഇത് വായിച്ചതിന് ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാന്നുള്ള ഇതിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ NCT അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഇതിന്റെ ഒഫീഷ്യൽ ബ്രോഷർ എടുത്ത് വായിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പേജിൽ കയറിയാൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ഇതിന്റെ ആപ്ലിക്കേഷൻ ഫീസ് കാര്യങ്ങൾ ഇതിൽ ജനറൽ കാൻഡിഡേറ്റ്സിന് 1200 രൂപയാണ്. അതുപോലെ തന്നെ OBC EWS കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ 1000 രൂപയാണ്. പിന്നെ SC ST PWD അതുപോലെ തന്നെ തേർഡ് ജെൻഡർ കാറ്റഗറീസ് ആണെന്നുണ്ടെങ്കിൽ 650 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് വരുന്നത്. അതാണ് അതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിന്റെ ആപ്ലിക്കേഷൻ സ്റ്റെപ്പ് പറയുന്നത് NCTയുടെ 3 സ്റ്റെപ്പാണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബേസിക് രജിസ്ട്രേഷൻ ആണ്. നമ്മൾ ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് എൻ്റർ ചെയ്യേണ്ടത്. നമ്മളുടെ പേരൻസിൻ്റെ ഡീറ്റെയിൽസ്, നമ്മളുടെ പേര്, കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മളുടെ മൊബൈൽ നമ്പർ, ഫോൺ നമ്പർ, ഇമെയിൽ ID, അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മിസ്റ്റേക്സ് ഒന്നും കൂടാതെ നമ്മൾ ഇതിൽ കൊടുക്കുക ഫസ്റ്റ് സ്റ്റെപ്പായിട്ട്. അപ്പോൾ അതിൽ നമ്മൾ മിസ്റ്റേക്സ് വരുത്തിയാൽ ചിലപ്പോൾ പിന്നെ നമുക്കത് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കൊടുക്കേണ്ടതാണ്. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത് അതാണ്. പിന്നെ വരുന്ന സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ അക്കാഡമിക് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ നമ്മൾ NCT അപ്പിയർ ചെയ്യുമ്പോൾ കൊടുക്കുന്ന പേപ്പേഴ്സ് ഏതൊക്കെയാണ്, നമ്മളുടെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഫോട്ടോഗ്രാഫ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സിഗ്നേച്ചർ കാര്യങ്ങൾ, അതുപോലെ തന്നെ 10ലെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാണ്ടെങ്കിൽ ആ കാര്യങ്ങൾ അതൊക്കെയാണ് ഇതിൽ ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രധാനമായുള്ളത് നമ്മുടെ ഫോട്ടോഗ്രാഫാണ്. ഫോട്ടോഗ്രാഫ് നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ 80% ഫേസ് കാണുന്ന രീതിയിലുള്ള ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. അതുപോലെ തന്നെ മുഖം കാണുന്നതായിരിക്കണം, ഇയർ, ചെവി കാണുന്നതായിരിക്കണം എന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ സൈസ് എന്ന് പറയുന്നത് 100 KB മുതൽ 200 KBന്റെ ഇടയിലുള്ളതായിരിക്കണം. JPG ഫോർമാറ്റിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. പിന്നെ നമ്മളുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതും അങ്ങനെ തന്നെയാണ്. 10 KB മുതൽ 100 KBന്റെ ഇടയിലായിരിക്കണം അതിന്റെ സൈസ് എന്ന് പറയുന്നത്. അതും JPG ഫോർമാറ്റിലായിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ആധാർ കാർഡ് അല്ലാതെ വേറെ പ്രൂഫ് ആയിട്ട് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 10 KB to 200 KBന്റെ ഇടയിലാണ് അതിന്റെ സൈസ് എന്ന് പറയുന്നത്. JPG ഫോർമാറ്റിലാണ് അതും ചോദിക്കുന്നുള്ളത്. ബാക്കി പിന്നെയുള്ള കാര്യങ്ങൾ വെച്ചാൽ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫീ പേയ്മെന്റ് ആണ്. നമ്മളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തതിനു ശേഷം പിന്നെ നമ്മൾ ഫീ പേയ്മെന്റ് ചെയ്യുന്നു, നമ്മൾ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ ഇതിന്റെ അപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും കൊടുക്കും. ആ പാസ്വേഡ് നമ്മൾ മറക്കാതിരിക്കണം. നമ്മളത് കൊടുക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് ശ്രദ്ധിച്ചു കൊടുക്കണം. അപ്പോൾ കൊടുക്കുമ്പോൾ 13 ലെറ്റേഴ്സിൽ 8 to 13 ക്യാരക്ടേഴ്സിന്റെ ഇടയിലായിരിക്കണം ആ ഒരു പാസ്വേഡ് ഉണ്ടാവേണ്ടത്. അതുപോലെ തന്നെ ഒരു അപ്പർ കേസ് ലെറ്റർ ഉണ്ടാവണം, ലോവർ കേസ് ആൽഫബറ്റ് ഉണ്ടാവണം, ഒരു ന്യൂമറിക്കൽ വാല്യൂ ഉണ്ടാവണം. അതുപോലെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഇതിൽ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മൾ പാസ്വേഡ് മറന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളുണ്ട്. അതിൽ ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെസ്സേജ് വെരിഫൈ ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ നമ്മളുടെ ഇമെയിൽ കാര്യങ്ങൾ വഴി നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ പറ്റും മറന്നു പോയാൽ. പക്ഷെ അങ്ങനെയുള്ള ഒരു സ്ഥിതി വരുത്താതിരിക്കുക, കറക്റ്റായിട്ട് പാസ്വേഡ് തന്നെ കൊടുക്കുക. പിന്നെ ബാക്കിയുള്ള ഇത് വായിച്ച് നോക്കുക. ദി ആപ്ലിക്കേഷൻ നമ്പർ പ്രിന്റഡ് ഓൺ ദി കമ്പ്യൂട്ടർ ജനറേറ്റഡ് കൺഫർമേഷൻ പേജ് മസ്റ്റ് ബി മെൻഷൻ ഇൻ ഓൾ സച്ച് കറസ്പോണ്ടൻസ്. ഇറ്റ് ഈസ് ദെയർഫോർ എസെൻഷ്യൽ ടു നോട്ട് ഡൗൺ ദി അപ്ലിക്കേഷൻ നമ്പർ പ്രിന്റഡ് ഓൺ ദി കൺഫർമേഷൻ പേജ്. അപ്പോൾ ഇതിലുള്ള നമ്മൾ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന് വെരിഫൈ ചെയ്തതിന് മാത്രമേ നമ്മൾ ഫീ പേയ്മെന്റിലേക്ക് പോകാൻ പാടുള്ളൂ. ആ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ശേഷം നമ്മളിവിടെ ഈ ഇൻസ്ട്രക്ഷനിൽ ഐ ഹാവ് ഡൗൺലോഡ് ദി ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഓഫ് NCT 2026. അത് NCTയുടെ നമ്മൾ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്ത് വായിച്ച് കഴിഞ്ഞു. ശേഷം ബാക്കിയുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ചു എന്ന് കൺഫേം ആക്കിയതിന് ശേഷം ടിക്ക് ചെയ്തതിനു ശേഷം ഇതിൽ ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ NCTയുടെ ഒഫീഷ്യൽ പേജിലേക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആയി അതിലേക്ക് വരും. അപ്പോൾ ഇവിടെ മുതൽ നമ്മൾ NCTയുടെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഈ ഭാഗം ഇത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമ്മളിത് കൊടുക്കുമ്പോൾ മിസ്റ്റേക്സ് ഒന്നും കൂടാതെ കൊടുക്കേണ്ട ഒരു ഭാഗമാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ടൈം ചോദിക്കുന്ന ഒരു സാധനം വെച്ചാൽ നമ്മളുടെ പേരാണ്, കാൻഡിഡേറ്റ്സ് നെയിം, അതുപോലെ തന്നെ ഗാർഡിയൻസ് നെയിം, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, അതുപോലെ തന്നെ അതൊന്നുകൂടെ നമ്മൾ വെരിഫൈ ചെയ്യാൻ വേണ്ടി അവർ ചോദിക്കും കൺഫർമേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ആ കാര്യങ്ങൾ കറക്റ്റായി കൊടുക്കുക. കൊടുക്കുമ്പോൾ നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കുക, മിസ്റ്റേക്സ് ഒന്നും കൂടാതെ.
അതുപോലെ നിങ്ങളുടെ അഡ്രസ്സ് കാര്യങ്ങൾ കറക്റ്റായി കൊടുക്കുക. ശേഷം അതും വെരിഫൈ ചെയ്യുക. ശേഷം നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, വർക്കിംഗ് ആയിട്ടുള്ള ഇമെയിൽ ID കൊടുക്കുക. അതുപോലെ തന്നെ ഫോൺ നമ്പർ, വർക്കിംഗ് ആയിട്ടുള്ള ഫോൺ നമ്പർ കൊടുക്കുക. കാരണം ഇതിലേക്കായിരിക്കും നിങ്ങളുടെ പിന്നീടുള്ള നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ ബാക്കിയുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങൾ, NCTയുമായി ബന്ധപ്പെട്ടുള്ള അഡ്മിറ്റ് കാർഡ് കാര്യങ്ങളൊക്കെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ മെയിലൊക്കെ വരിക ഈ ഒരു മെയിൽ IDയും അതുപോലെ തന്നെ ഫോൺ നമ്പർ വഴി ആയിരിക്കും വരിക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കൊടുക്കുമ്പോൾ വർക്കിംഗ് ആയിട്ടുള്ള നമ്പർ തന്നെ കൊടുക്കാൻ നോക്കുക. ശേഷം അതിനുശേഷം നിങ്ങളുടെ മറ്റേ പെർമനൻറ്റ് അഡ്രസ്സും പ്രസൻറ്റ് അഡ്രസ്സും സെയിം ആണെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കൊടുക്കുക. ശേഷം ഇതിൻ്റെ നിങ്ങളൊരു പാസ്വേഡ് ചൂസ് ചെയ്യുക. പാസ്വേഡ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുള്ള ഒരു പാസ്വേഡ് വെച്ച് കൊടുക്കുക. ശേഷം സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് കൊടുത്തതിന് ശേഷം ക്യാപ്ച എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാണ്. ഇത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ പേര്, അതുപോലെ തന്നെ പേരൻസിൻ്റെ പേര്, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങൾ, ജെൻഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്നുകൂടെ കൺഫേം ചെയ്തിട്ടുണ്ട് പേര് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൽ നിങ്ങളൊരു സ്പേസ് പോലും ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ അത് കൺഫേം ആയി വരില്ല, ഒന്നുകൂടെ ബാക്ക് അടിച്ച് പോകും. അപ്പോൾ നിങ്ങൾ അതൊക്കെ കൊടുക്കുമ്പോൾ സ്പേസ് പോലും മിസ്സാക്കാതെ കറക്റ്റായി തന്നെ കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ പേരൻസിൻ്റെ കാര്യങ്ങൾ കറക്റ്റായി കൊടുക്കുക. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങൾ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഡ്രസ്സ്, പ്രസൻറ്റ് അഡ്രസ്സ് കാര്യങ്ങൾ കൊടുക്കുക. അതിൽ സ്റ്റേറ്റ് കാര്യങ്ങൾ, ഡിസ്ട്രിക്ട് കാര്യങ്ങൾ, അതുപോലെ തന്നെ പിൻകോഡ് കാര്യങ്ങൾ തെറ്റാതെ തന്നെ കൊടുക്കുക. പിന്നെ ഇതിൽ പ്രധാനമായും വരുന്ന ഒരു കാര്യം പറഞ്ഞാൽ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ്. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഇമെയിൽ ID അതുപോലെ തന്നെ ഫോൺ നമ്പർ, നിങ്ങൾ വർക്കിംഗ് ആയിട്ടുള്ള ഇമെയിൽ IDയും ഫോൺ നമ്പർ കൊടുക്കുക. കാരണം ഈ ഒരു ഇമെയിൽ IDയും ഫോൺ നമ്പറാണ് നിങ്ങളെ ഈ ഒരു എൻട്രൻസിൽ കംപ്ലീറ്റ് പ്രോസസ്സിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതിലേക്കാരും മെയിൽ കാര്യങ്ങളൊക്കെ വരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള NCTയുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ പിന്നീട് നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ ഒരു സമയം വരെ ഈ ഒരു മെയിലും ഈ ഒരു ഫോൺ നമ്പർ ആയിരിക്കും യൂസ് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ അത് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് വർക്കിംഗ് ആയിട്ടുള്ള ഒരു മൊബൈലും അതുപോലെ തന്നെ ഇമെയിൽ IDയും കൊടുക്കുക. പിന്നെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം, ഓപ്ഷനിലാണ്. പിന്നെ നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സും പ്രസൻറ്റ് അഡ്രസ്സും സെയിം ആണെന്നുണ്ടെങ്കിൽ അതിവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ശേഷം നമുക്കിതിൽ പാസ്വേഡിലേക്ക് വരുന്നു. അപ്പോൾ പാസ്വേഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ക്രൈറ്റീരിയ കവർ ചെയ്യുന്ന രീതിയിലുള്ള പാസ്വേഡ് തന്നെ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ റിക്കവർ, ഈ ഒരു പാസ്വേഡ് മറന്നു പോയാൽ അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടെന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്യാം. ഞാനിതിൽ എൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണ് ചൂസ് ചെയ്തിട്ടുള്ളത്, എന്താണെന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ പിന്നെ ശേഷം വരുന്ന ക്യാപ്ച കോഡ് അടിച്ചു കൊടുക്കുക. അതിൽ ചോദിക്കുന്നത് ക്യാപ്ച കോഡ് അടിച്ചതിന് ശേഷം സബ്മിറ്റ് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും, പ്ലീസ് റിവ്യൂ ദി ഇൻഫർമേഷൻ കെയർഫുള്ളി ബിഫോർ ദി ഫൈനൽ സബ്മിഷൻ. ഇഫ് യു വുഡ് ലൈക്ക് ടു ചേഞ്ച് എനി ഇൻഫർമേഷൻ ഫില്ലഡ് യു മേ ഡു സോ ബൈ ക്ലിക്കിംഗ് എഡിറ്റ് രജിസ്ട്രേഷൻ ഫോം ബട്ടൺ ഓർ ക്ലിക്ക് സബ്മിറ്റ് ആൻഡ് സെൻഡ് OTP ബട്ടൺ ഫോർ ഫൈനൽ സബ്മിഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മളിവിടെ ക്ലോസ് എന്ന് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ഇത് എല്ലാ സാധനങ്ങളും വായിച്ച് നോക്കി, ഇതിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെന്ന് വായിച്ച് നോക്കുക. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്തിട്ട് ഇത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ടിക്ക് കൊടുക്കാം, കാര്യങ്ങൾ കറക്റ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മളുടെ പ്രസൻറ്റ് അഡ്രസ്സ് അതുപോലെ തന്നെ പെർമനൻറ്റ് അഡ്രസ്സ് കാര്യങ്ങൾ ഇതൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടെന്ന് നിങ്ങൾ വെരിഫൈ ചെയ്തതിന് ശേഷം ഇത് ടിക്ക് കൊടുക്കാം. ശേഷം നിങ്ങൾ ബാക്കി കാര്യങ്ങൾ, പാസ്വേഡ് കാര്യങ്ങളൊക്കെ എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വരുന്ന I agree എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഇതിൽ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ, ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് രജിസ്ട്രേഷൻ ഫോം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്മിറ്റ് ആൻഡ് സെൻഡ് OTP ടു വെരിഫൈ മൊബൈൽ നമ്പർ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഡു യു വിഷ് ടു സബ്മിറ്റ് രജിസ്ട്രേഷൻ ഫോം ആൻഡ് ഗെറ്റ് OTP. അപ്പോൾ പിന്നെ വേറെ ചേഞ്ചസ് ഒന്നും ഇല്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. നോ ചേഞ്ചസ് വിൽ ബി അലൗഡ് ആഫ്റ്റർ ദി സബ്മിഷൻ ഓഫ് രജിസ്ട്രേഷൻ ഫോം. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു പറഞ്ഞ് ഫോം രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം ഓക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഇതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ആ കാര്യം കൂടി ശ്രദ്ധിച്ച് ചെയ്യുന്നത് ചെയ്യുക. ആ ഒരു ഭാഗം നിങ്ങൾ നോക്കുമ്പോൾ വെരിഫൈ ചെയ്തതിന് മാത്രം നിങ്ങൾ S ക്ലിക്ക് ചെയ്താൽ മതി. S ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും. അപ്പോൾ ആ ഒരു OTP നിങ്ങൾ അടിച്ചു കൊടുക്കുക. ഇതാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ നോക്കുക, ഒന്നുകൂടി വെരിഫൈ ചെയ്തിട്ട് ശേഷം നിങ്ങളിതിൽ സബ്മിറ്റ് ആൻഡ് രജിസ്ട്രേഷൻ ഫോം എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ NCT 2026 ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു ബേസിക് രജിസ്ട്രേഷൻ കഴിഞ്ഞ ശേഷം നമുക്ക് 3 സ്റ്റെപ്സ് ആണുള്ളത്. ഇതിൽ പ്രധാനമായും അപ്ലിക്കേഷൻ ഫോം, അതിനുശേഷം ഫീ പേയ്മെൻറ്റ്. ഈ 3 സ്റ്റെപ്പ് കറക്റ്റായി ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മളതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോവാണ്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങൾ വെരിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ട വെരിഫൈ ഇമെയിൽ ID എന്നുണ്ടാവും. അപ്പോൾ നമ്മളുടെ ഇമെയിൽ ID വെരിഫൈ ചെയ്യുക. അതിന് ഇതിലുള്ള ക്യാപ്ചർ കോഡ് അടിച്ചതിന് ശേഷം നമ്മൾ ഇമെയിൽ ID വെരിഫൈ ചെയ്യണം. ശേഷം നമ്മൾ സബ്മിറ്റ് OTP കൊടുക്കുക, സബ്മിറ്റ് ആൻഡ് ഗെറ്റ് OTP കൊടുക്കുക. ഇമെയിൽ ID ചേഞ്ച് ഉണ്ടെങ്കിൽ ചേഞ്ച് ഇമെയിൽ ID കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ സെൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്, ഇമെയിൽ ID വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, OTP വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ OTP അടിച്ചു കൊടുക്കുക. ശേഷം നമ്മളിതിൽ നോക്കുക, നമുക്ക് OTP ഇനി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റീസെൻറ്റ് കോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്താൽ മതിയാവും. എന്നിട്ട് വെരിഫൈ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് സക്സസ്, യുവർ ഇമെയിൽ ID ഈസ് വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. അപ്പോൾ നമ്മൾ ഓക്കെ കൊടുത്താൽ നമ്മൾ
ഇതിൽ ഇമെയിൽ ID കൂടി വെരിഫൈ ചെയ്തു, മൊബൈൽ നമ്പറും ഇമെയിൽ ID വെരിഫൈ ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ ഇതിൽ ഫില്ല് ചെയ്യാൻ പോകേണ്ടത്. നമ്മൾ ഫില്ലപ്പ് ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാവും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം 12 സ്റ്റെപ്സ് ആണ് ഇതിൽ. സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്ക് വരുന്നത് 12 സ്റ്റെപ്സ് ആണ്. 12 കാര്യങ്ങളാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളത്. അതിൽ നമ്മൾ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്, അതുപോലെ തന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ്, ഡിസബിലിറ്റി ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ ഐഡന്റിറ്റി ഡീറ്റെയിൽസ്, ആധാർ ID, പിന്നെ അതുപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന NCTയിലെ ആപ്ലിക്കേഷൻ ഏതൊക്കെ പേപ്പറാണ് അപ്പിയർ ചെയ്യുന്ന ആ കാര്യങ്ങൾ ആഡ് ചെയ്യണം. പിന്നെ നമ്മളുടെ യൂണിവേഴ്സിറ്റി പ്രോഗ്രാം സെലക്ഷൻ കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങളുണ്ട്, അഡീഷണൽ ആയ ഡീറ്റെയിൽസ് കാര്യങ്ങളുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് മാറ്റം വന്നിട്ടുള്ള വെച്ചാൽ നമ്മളുടെ ഫോട്ടോഗ്രാഫ്, ലൈവ് ഫോട്ടോഗ്രാഫ് കൂടി ഇപ്രാവശ്യം അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന അല്ലാതെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അല്ലാതെ നമ്മൾ ലൈവായിട്ട് നമ്മളുടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ പിന്നെ ഫൈനൽ സബ്മിറ്റ് ആണ് വരുന്നത്. അപ്പോൾ നമുക്കത് സ്റ്റെപ്പ് ബൈ ചെയ്യാം. ആദ്യം നമുക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാം. അപ്പോൾ നമുക്കിതിൽ ഓൾറെഡി നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവല്ലോ. ഇപ്പോൾ പേര് കാര്യങ്ങൾ നമ്മൾ നേരത്തെ കൊടുത്താണ്. നമ്മളിതിൽ ചോദിക്കുന്ന നാഷണൽ കാര്യങ്ങൾ, നാഷണാലിറ്റി ഇന്ത്യൻ കൊടുക്കാം, സ്റ്റേറ്റ് ഓഫ് ഡൊമിസൈൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മലയാളീസ് ആണെന്നുണ്ടെങ്കിൽ കേരളക്കാരാണെന്നുണ്ടെങ്കിൽ കേരള എന്ന് കൊടുക്കുക. അതുപോലെ തന്നെ കാറ്റഗറി നമ്മൾ ജനറൽ കാറ്റഗറി ആണോ, SC ആണോ, ST ആണോ, OBC ആണോ, ഈ കാറ്റഗറീസ് ഉള്ളവരാണെന്ന് നോക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നിങ്ങളുടെ റിസർവേഷൻ സർട്ടിഫിക്കറ്റ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ OBC-കാരാണെങ്കിൽ ആ ഒരു റിസർവേഷൻ, അതുപോലെ തന്നെ SC, ST, EWS കാറ്റഗറീസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസർവേഷൻ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാക്കുക. അത് OBC, NCL, അതുപോലെ തന്നെ SC, ST പോലുള്ള സർട്ടിഫിക്കറ്റ്സ് സെൻട്രൽ പർപ്പസ് ആണ് വേണ്ടത്. EWS സർട്ടിഫിക്കറ്റ്സ് ഒക്കെ സെൻട്രൽ പർപ്പസ്, സ്റ്റേറ്റ് പർപ്പസ് അല്ല, സെൻട്രൽ പർപ്പസ് ആണ് വേണ്ടത്. തഹസിൽദാർ ഇഷ്യൂ ചെയ്തിട്ടുള്ളതാണ് വേണ്ടത്. ആ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ OBC നോൺ ക്രിമിനൽ കാറ്റഗറിയാണ്, അപ്പോൾ അതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൺഫർമേഷൻ കാറ്റഗറി ഒന്നുകൂടെ കൺഫേം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൺഫേം ചെയ്യാണ്. പിന്നെ ഇതിൽ ചോദിക്കുന്നത് ഡു യു ഹാവ് എ വാലിഡ് കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ആൻ ഓതറൈസ്ഡ് ഗവൺമെൻറ് ഓഫീസ്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് S കൊടുക്കാം. S കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇതിൽ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും നമ്മുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് നമ്പർ, അതുപോലെ തന്നെ ഇഷ്യൂ ചെയ്ത ഡേറ്റ് ആഡ് ചെയ്യണം. അതുപോലെ തന്നെ നെയിം ഓഫ് അതോറിറ്റി ഇഷ്യൂയിങ് ദി കാറ്റഗറി സർട്ടിഫിക്കറ്റ്. നമ്മൾ തഹസിൽദാറാണ് സെൻട്രൽ പർപ്പസ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഏതാണ് ഇത് ഇഷ്യൂ ചെയ്യുന്ന അതോറിറ്റി അത് ആഡ് ചെയ്യുക. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നോ ഐ ഹാവ് അപ്ലൈഡ് ബട്ട് വെയിറ്റിംഗ് ഫോർ ദി സർട്ടിഫിക്കറ്റ് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു അപ്ലിക്കേഷൻ്റെ അപ്ലൈ ചെയ്തതിൻ്റെ റിസിപ്റ്റിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ചോദിക്കും. അതുപോലെ തന്നെ ആ ഒരു സർട്ടിഫിക്കറ്റിന് എപ്പോഴാണ് അപ്ലൈ ചെയ്തത് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ ഞാൻ ഇതിന് സർട്ടിഫിക്കറ്റ് ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ അതിൻ്റെ ഒരു മോഡൽ നമ്പർ കൊടുക്കുകയാണ്. ഞാൻ സർട്ടിഫിക്കറ്റിൻ്റെ മോഡലായിട്ട് നമ്പർ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ഡേറ്റ് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഏത് നെയിം ഓഫ് അതോറിറ്റി വേർ അപ്ലൈഡ് ഫോർ കാറ്റഗറി സർട്ടിഫിക്കറ്റ്, അപ്പോൾ തഹസിൽദാർ എന്ന് കൊടുക്കാം. തഹസിൽദാറിന് കൊടുക്കാം നെയിം ഓഫ് അതോറിറ്റി. പിന്നെ നമ്മൾ ആർ യു ഡയബറ്റിക്കും ചോദിക്കുന്നുണ്ട്. S എങ്കിൽ S കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. കശ്മീരി മൈഗ്രൻ്റ് ആണോ ചോദിക്കുന്നുണ്ട്, S ഓർ നോ കൊടുക്കുക. ഞാൻ നോ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ പ്ലേസ് ഓഫ് റെസിഡൻസ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എവിടെയാണ്, അർബനിലാണോ റൂറൽ വില്ലേജിലാണോ, ഇതിലാണ് ഇവിടെയാണ് ഇതാക്കിയത് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയുടെ ആനുവൽ ഇൻകം എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. അത് കറക്റ്റായിട്ട് നോക്കിയിട്ട് അത് കൂടി കൊടുക്കുക. ഞാൻ അപ് ടു 1 lakh കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ BPL ആണോ, ബിലോ പോവേർട്ടി ലൈൻ ആണോ ചോദിക്കുന്നുണ്ട്. S ആണെങ്കിൽ S കൊടുക്കുക, നോ ആണെങ്കിൽ നോ കൊടുക്കുക. S കൊടുക്കുകയാണ്. അതുപോലെ നിങ്ങൾ ആർ യു വാർഡ് ഓഫ് ഡിഫൻസ് പേഴ്സണൽ ഓർ എക്സ് സർവീസ്മെൻ ആണ് ചോദിക്കുന്നുണ്ട്. S എങ്കിൽ S കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് NCCയുടെ എന്തെങ്കിലും കോട്ട കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, NCC അങ്ങനത്തെ എന്തെങ്കിലും റിസർവേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ കൊടുക്കുക. എനിക്കില്ലാത്തതുകൊണ്ട് നോ കൊടുക്കുകയാണ്. പിന്നെ സ്പോർട്സ് കോട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് S കൊടുക്കാം, ഇല്ലെങ്കിൽ നോ കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അവർ ചോദിക്കും. അങ്ങനെ ഇതാക്കുന്നുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഞാൻ നോ കൊടുക്കുകയാണ്. പിന്നെ മോഡ് ഓഫ് പ്രിപ്പറേഷൻ, നമ്മൾ ഈ ഒരു എൻട്രൻസിന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിൽ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സെൽഫ് സ്റ്റഡി ആണോ, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ട്യൂഷൻ ആണോ, ഓൺലൈൻ കോച്ചിങ് ആണോ, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. നമ്മളിപ്പോൾ ഞാൻ ഓൺലൈൻ കോച്ചിങ് കൊടുക്കുകയാണ്. ഓക്കെ. പിന്നെ മീഡിയം ഓഫ് സ്കൂളിംഗ് ഇൻ ക്വാളിഫയിങ് എക്സാമിനേഷൻ. അപ്പോൾ നിങ്ങൾ ഏത് മീഡിയത്തിലാണ് +2 പഠിക്കുന്നതാണ് ഇത് ചോദിക്കുന്നത്. ഇംഗ്ലീഷ് മീഡിയം ആണോ, മലയാളം മീഡിയം ആണോ, കന്നഡ മീഡിയം ആണോ, ഏത് മീഡിയത്തിലാണ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിതിൽ ഇംഗ്ലീഷ് മീഡിയം കൊടുക്കുക. നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മീഡിയം ഓഫ് സ്കൂളിംഗ് ഇൻ ക്വാളിഫയിങ് എക്സാമിനേഷനിൽ ഇംഗ്ലീഷ് മീഡിയം കൊടുത്താൽ മതി. മലയാളം മീഡിയത്തിൽ പഠിച്ച ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മലയാളം മീഡിയം കൊടുക്കുക. അല്ലാത്ത ഭാഷയിലാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. ശേഷം നിങ്ങൾ ഇതിൽ ക്യാപ്ച കോഡ് അടിച്ചു കൊടുക്കുക. ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്താൽ ആർ യു ഷ്യൂർ യു വാണ്ട് ടു സബ്മിറ്റ് ദിസ് സെക്ഷൻ എന്ന് ചോദിക്കും. അപ്പോൾ S കൊടുക്കുക. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ PW കാൻഡിഡേറ്റ്സ് ആണെന്ന് ചോദിക്കുന്നുണ്ട്. PWBD ഓർ PW കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ S ഓർ നോ കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക. നോ കൊടുക്കുമ്പോൾ നമുക്കൊരു ക്യാപ്ച കോഡ് അടിക്കാൻ കാണിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ 4F5980 എന്നുള്ള ക്യാപ്ച കോഡ് അടിച്ചു കൊടുക്കുകയാണ്. ശേഷം സബ്മിറ്റ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ആർ യു ഷ്യൂർ യു വാണ്ട് ടു സബ്മിറ്റ് ദിസ് സെക്ഷൻ ചോദിക്കും. അപ്പോൾ S കൊടുക്കുക.
അപ്പോൾ നമ്മൾ ഇതിൽ മറ്റൊരു കാര്യം വരും, നമ്മൾ ആധാർ ഡീറ്റെയിൽസ് കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ നമ്മൾ ആധാറിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ആഡ് ചെയ്യുക. അപ്പോൾ ഇതിൽ നമ്മൾ ആപ്ലിക്കേഷൻ നമ്പർ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഐ വളണ്ടിയർലി അഗ്രി ടു ഷെയർ മൈ ആധാർ നമ്പർ ആൻഡ് ഐ എം അവെയർ ദാറ്റ് ഇറ്റ് വിൽ ബി യൂസ് ടു എസ്റ്റാബ്ലിഷ് മൈ ഐഡന്റിറ്റി അറ്റ് വേരിയസ് സ്റ്റേജസ് ഓഫ് NCET 2026 എക്സാമിനേഷൻ. അത് നോക്കിയിട്ട് ശേഷം ഓക്കെ കൊടുക്കുക. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഇതിൽ നമ്മൾ നമ്മുടെ ആധാർ നമ്പറും അതുപോലെ തന്നെ ആധാർ നമ്പർ ഒന്നുകൂടെ അടിച്ച് കൺഫേം ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ ആധാർ നമ്പർ കാര്യങ്ങൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വേറെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ആണ് പ്രൂഫായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് കൊടുക്കാം. ആധാർ ആണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാൻ പറ്റും. കുറച്ചുകൂടി നല്ലത് ആധാർ ആയിരിക്കും കൊടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇതിലൂടെ ക്യാപ്ച കോഡ് അടിച്ചു കൊടുക്കുക. ശേഷം സബ്മിറ്റ് കൊടുത്താൽ നമ്മൾ ആർ യു ഷുവർ യു വാണ്ട് ടു സബ്മിറ്റ് ആധാർ ഡീറ്റെയിൽസും ചോദിക്കും. അപ്പോൾ ഓക്കെ കൊടുക്കുക. ശേഷം നമ്മൾ ഒരു 1 ടൈം പാസ്വേഡ് നമ്മൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് വരും. അപ്പോൾ ആ ഒരു OTP നമ്മൾ ഇതിൽ അടിച്ചു കൊടുക്കണം. നമ്മളിതിൽ OTP അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ക്യാപ്ച കോഡ് അടിച്ചു കൊടുക്കുക. 89452D എന്നുള്ളതാണ് ക്യാപ്ച കോഡ്. ശേഷം ഇതിൽ സബ്മിറ്റ് OTP കൊടുക്കുമ്പോൾ ആർ യു ഷുവർ യു വാണ്ട് ടു പ്രൊസീഡ് ഫർദർ എന്ന് ചോദിക്കും. അപ്പോൾ ഓക്കെ കൊടുക്കുക. ശേഷം നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് അതിൽ കാണാൻ പറ്റും നമ്മുടെ ആധാറിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പ്രസൻറ്റ് അഡ്രസ്സ്, അതുപോലെ തന്നെ പെർമനൻറ്റ് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ അടുത്ത ഇതിലേക്ക് പോകും. നമ്മൾ ആധാർ ID നമ്മൾ അക്കാഡമിക് ABC ID എന്നും പറയും, ആധാർ ID എന്ന് പറയും. അപ്പോൾ ആധാർ ID ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കൊടുക്കുക, യെസ് കൊടുക്കാം, ഇല്ലെങ്കിൽ നോ കൊടുക്കുന്നെങ്കിൽ നോ കൊടുക്കാം. ഞാൻ യെസ് കൊടുക്കുകയാണ്, സബ്മിറ്റ് എന്ന് കൊടുക്കുകയാണ്. ആർ യു ഷുവർ യു വാണ്ട് ടു സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മൾ നമ്മളുടെ ആധാർ ID ഡീറ്റെയിൽസ് കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ നമ്മൾ ആധാർ ID ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ആധാർ ID ഡീറ്റെയിൽസ് കാര്യങ്ങൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒന്നുകൂടെ കൺഫേം ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മളെ ക്യാപ്ച കോഡ് അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ സബ്മിറ്റ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ 6th സ്റ്റെപ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ്. നമ്മൾ NCT അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൽ NCT എൻട്രൻസിൽ ഏതൊക്കെ പേപ്പേഴ്സാണ് എഴുതേണ്ട കാര്യങ്ങൾ ചൂസ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യുമ്പോൾ കറക്റ്റായി ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ പേരൻസിൻ്റെ ഓക്യുപ്പേഷൻ കാര്യങ്ങൾ, നമ്മുടെ എക്സാം സെൻറ്റേഴ്സ് എവിടെയൊക്കെയാണ് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ കൊടുക്കുക, മിസ്റ്റേക്സ് ഒന്നും വരുത്താതെ തന്നെ കൊടുക്കുക. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ചോദിക്കുന്നത് നമ്മളുടെ മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ മലയാളത്തിലാണോ ഇംഗ്ലീഷാണോ ഏത് മീഡിയം ഓഫ് ലാംഗ്വേജിൽ വേണം ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് കൊടുക്കുകയാണ്. മലയാളത്തിൽ വേണ്ട ആൾക്കാർക്ക് മലയാളത്തിൽ കൊടുക്കാം, അല്ലാതെ വേറെ ഏതെങ്കിലും ലാംഗ്വേജ് വേണ്ട ആൾക്കാർക്ക് അത് കൊടുക്കാം. പിന്നെ എക്സാം സെൻറ്റർ എവിടെയൊക്കെ വേണം ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പെർമനൻറ്റ് അഡ്രസ്സും പ്രസൻറ്റ് അഡ്രസ്സും കൊടുക്കുന്നതിനനുസരിച്ചായിരിക്കും നമ്മളുടെ എക്സാം സെൻറ്റേഴ്സ് വരെ. ഇപ്പോൾ നമുക്ക് ഇതിൽ കേരള കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇതിൽ കൊടുക്കുമ്പോൾ തന്നെ ആദ്യം കേരള എന്നാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന അനുസരിച്ച് ഉണ്ടാവും. പിന്നെ ആദ്യം തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് നമ്മൾ കൊടുക്കുന്ന എക്സാം സെൻറ്റേഴ്സ് പ്രിഫറൻസ് ഉണ്ടാവും. നമ്മൾ കൊടുക്കുന്നത് ആദ്യം ഫസ്റ്റ് ചോയ്സ് ആയിട്ട് നമ്മൾ നേരത്തെ തന്നെ NCT അപ്ലൈ ചെയ്താൽ ആ ഒരു സ്ഥലം തന്നെ നമുക്ക് എക്സാം സെൻറ്റർ ആയിട്ട് കിട്ടും. ഫസ്റ്റ് കൊടുക്കുന്ന സ്ഥലത്ത് തന്നെ കിട്ടും. അപ്പോൾ നമുക്കിത് കാണാൻ പറ്റും. ഒരുപാട് സെൻറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇതിൽ ഏകദേശം 9 സെൻറ്റേഴ്സാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ ഇപ്പോൾ കണ്ണൂർ കൊടുക്കുകയാണ് എക്സാം സെൻറ്റർ ആയിട്ട് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട്. പിന്നെ നമ്മൾ കൊടുക്കുന്നത് കേരളയിൽ എറണാകുളം കൊടുക്കുകയാണ്. അതുപോലെ 3rd എക്സാം സെൻറ്റർ കൂടി കൊടുക്കുകയാണ്, കോഴിക്കോട് കൊടുക്കുകയാണ്. 4th എക്സാം സെൻറ്റർ ആയിട്ട് മലപ്പുറം കൊടുക്കുകയാണ്. കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൽ പിന്നെ വരുന്നത് നമ്മളെ ഫാദറിൻ്റെ ഓക്യുപ്പേഷൻ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൽ ഇതിലില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഗവൺമെൻറ് സർവീസ്, എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, അഗ്രികൾച്ചർ, അതുപോലെ ബാക്കി കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്, കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അതേഴ്സ് കൊടുക്കുകയാണ്. പിന്നെ ഇതിൽ ഫാദേഴ്സ് ഗാർഡിയൻസ് ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക. മെട്രിക്കുലേറ്റ് ആണെങ്കിൽ അത് കൊടുക്കുക, ഇലിറ്ററേറ്റ് ആണെങ്കിൽ അത് കൊടുക്കുക, ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്, ഡോക്ടറേറ്റ് എന്താണെന്നുള്ള കാര്യങ്ങൾ കൊടുക്കുക, ഇല്ലെങ്കിൽ അതേഴ്സ് എന്ന് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ മദറിൻ്റെ ഓക്യുപ്പേഷൻ എന്താണ് ചോദിക്കുന്നുണ്ട്, ക്വാളിഫിക്കേഷൻ എന്താണ് ചോദിക്കുന്നുണ്ട്. ഫാദേഴ്സ് ഓക്യുപ്പേഷൻ, ഫാദേഴ്സ് ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ ഏതാണെന്നുള്ള സാധനം കൊടുക്കുക, അതേഴ്സ് എന്ന് കൊടുത്താൽ മതി. ഇതിൽ മദറിൻ്റെ ഓക്യുപ്പേഷൻ ചോദിക്കുന്നിടത്ത് ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. ഇതിൽ നമ്മൾ അതേഴ്സിൽ ഇൻക്ലൂഡിങ് ഹൗസ് വൈഫ് എന്നുണ്ടാവും. നമ്മളിപ്പോൾ അതേഴ്സ് ക്ലിക്ക് ചെയ്യാണ്. അതുപോലെ തന്നെ മദേഴ്സ് ഗാർഡിയൻസ് ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അല്ലെങ്കിൽ മദേഴ്സ് അല്ലെങ്കിൽ ഗാർഡിയൻസിൻ്റെ ക്വാളിഫിക്കേഷൻ ചോദിക്കുമ്പോൾ നമ്മൾ അതേഴ്സ് കൊടുക്കാം, വേറെ എന്തെങ്കിലും ഇതിലില്ലാത്തതാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നമ്മളിതിൽ ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് NCTയിൽ നമ്മൾ എഴുതാൻ പോകുന്ന സബ്ജക്റ്റുകളാണ്. അതിൽ ഏതൊക്കെ ലാംഗ്വേജ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ നമ്മളുടെ ജനറൽ ടെസ്റ്റും ബാക്കി സാധനങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. ഇപ്പോൾ ഇതിൽ മാൻഡറ്ററി സബ്ജക്റ്റ് എന്ന് പറയുന്നത് ജനറൽ ടെസ്റ്റും ഇംഗ്ലീഷുമാണ്. ജനറൽ ടെസ്റ്റും അതുപോലെ തന്നെ ടീച്ചിങ് ആപ്റ്റ്യൂഡാണ് നമ്മൾ നിർബന്ധമായും എഴുതേണ്ട പേപ്പർ. അപ്പോൾ അത് മാൻഡറ്ററി സബ്ജക്റ്റ് 1, 2 എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ടീച്ചിങ് ആപ്റ്റ്യൂഡ് കോഡ് എന്ന് പറഞ്ഞാൽ 327 ആണ് ടീച്ചിങ് ആപ്റ്റ്യൂഡിൻ്റെ കോഡ്. അപ്പോൾ സെലക്ട് ചെയ്യുക.
അതുപോലെ സെലക്ട് നമ്മൾ സെക്കൻഡ് മാൻഡറ്ററി ആയിട്ടുള്ള സബ്ജക്റ്റാണ് ജനറൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ കൊടുക്കുക, ജനറൽ ടെസ്റ്റ് കൊടുക്കുക. പിന്നെ വരുന്ന ലാംഗ്വേജ് ആണ്. നമുക്കിതിൽ 2 ലാംഗ്വേജ് ചൂസ് ചെയ്യണം, നിർബന്ധമായി ചൂസ് ചെയ്യണം. അപ്പോൾ ഇതിൽ ഒരുപാട് ഏകദേശം 38ഓളം ലാംഗ്വേജുകൾ ഉണ്ട് നമ്മൾ NCET 2026. അപ്പോൾ അതിൽ നമുക്ക് ഏത് വേണ്ട ലാംഗ്വേജ് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ചൂസ് ചെയ്യുകയാണ് ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട്. പിന്നെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് മലയാളമാണ് ചൂസ് ചെയ്യുന്നത്. ഇതിൽ ഇംഗ്ലീഷ് തന്നെ വേറെ ചോയ്സ് ഉണ്ട്. ഇംഗ്ലീഷിൽ തന്നെ ഹിന്ദി ഫോർ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതല്ലാതെ ഹിന്ദി ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഉണ്ട്, ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അത് ചൂസ് ചെയ്യാം. അതിന് ഇംഗ്ലീഷ് ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ട് ഉണ്ടാവുക. ഞാൻ ഇംഗ്ലീഷും മലയാളം ചൂസ് ചെയ്യുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ടല്ലോ. പിന്നെ നമ്മൾ ഇതിൽ ഡൊമൈൻ സബ്ജക്റ്റുകൾ, നമ്മൾ ഡിഗ്രി എടുക്കുന്ന കോഴ്സ് ഏതാണ്, BA BEd ആണെങ്കിൽ ആ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ്, അല്ലെങ്കിൽ BSc BEd ആണെങ്കിൽ അത്, ഇല്ലെങ്കിൽ BCom BEd ആണ് അതാണെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഡൊമൈൻ സബ്ജക്റ്റുകൾ ചൂസ് ചെയ്യാം. അപ്പോൾ ഞാനിതിൽ ഉദാഹരണം ഞാൻ BA BEd എടുക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇതിൽ 3 സബ്ജക്റ്റ് ചൂസ് ചെയ്യാണ്. ഹിസ്റ്ററി, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ് ചൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എക്കണോമിക്സ് ഞാൻ ചൂസ് ചെയ്യുന്നുണ്ട്. ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, അങ്ങനെ ഞാൻ ഏകദേശം ഈ സബ്ജക്റ്റുകൾ ചൂസ് ചെയ്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് കൊടുക്കുക. ഇതൊക്കെ ഇതിൽ NCET നമ്മൾ അതുമായി പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. ആ കാര്യങ്ങൾ കറക്റ്റായി കൊടുക്കുക. ശേഷം നമ്മൾ ക്യാപ്ചർ കോഡ് അടിച്ചു കൊടുക്കുക. ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ആർ യു ഷ്യൂർ യു വാണ്ട് ടു സബ്മിറ്റ് ദിസ് സെക്ഷൻ ചോദിക്കും. അപ്പോൾ എസ്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് നമ്മൾ ഏതൊക്കെയാണ് പേപ്പേഴ്സ് ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ബാക്കിയുള്ള പേരൻസ് ഡീറ്റെയിൽസ്, ജോബ് കാര്യങ്ങൾ, അതുപോലെ തന്നെ അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞു. നമ്മളിനി ആഡ് ചെയ്യാൻ പോകുന്നത് 7th സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ യൂണിവേഴ്സിറ്റി പ്രോഗ്രാം സെലക്ഷൻ ആണ്. ഇത് കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഇല്ലാത്തൊരു സ്റ്റെപ്പാണ്. കഴിഞ്ഞ 3 വർഷങ്ങളിൽ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. ഈ വർഷം മുതലാണ് ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുള്ളത്. ഈ NCET 2026 പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾ നമ്മൾ നോക്കുന്ന കോഴ്സും ഏതൊക്കെ ചൂസ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ NCET അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇതിൻ്റെ ബ്രോഷർ വായിക്കുക. അതിൽ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ഇതിൽ NCET കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന, ഏതൊക്കെ BA BEd ആണോ, BSc BEd ആണോ, അതുപോലെ തന്നെ BCom BEd ആണോ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് അത് ഡീറ്റെയിൽസ് കാര്യങ്ങൾ കിട്ടും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയതിന് ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതിൽ നിങ്ങൾ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് കൊടുക്കാൻ താല്പര്യപ്പെടുന്നത്, നിങ്ങൾ BA BEd ചെയ്യാൻ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് ആഗ്രഹിക്കുന്നത്, അതൊക്കെ ഇവിടെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഉദാഹരണം കാണിച്ചു തരാം. ഇപ്പോൾ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയാണ് ഞാൻ നോക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി. അപ്പോൾ അതിൽ നമ്മൾ ഏത് കോഴ്സാണ് നോക്കുന്ന കാര്യങ്ങൾ സെലക്ട് ചെയ്യണം. BA BEd ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക, ആഡ് എന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ ആഡ് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റികൾ, നമ്മൾ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഈ എൻട്രൻസ് എഴുതിയതിന് ശേഷം അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ യൂണിവേഴ്സിറ്റികൾക്കൊക്കെ ഓരോന്നായും ഇതിൽ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എൻട്രൻസ് നിങ്ങൾ ഇതിന് ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആയി നോക്കി വരേണ്ടതുണ്ട്. ഞാൻ വേറൊരു യൂണിവേഴ്സിറ്റി കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്ത് കാണിച്ചു തരാം. കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇതിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാന ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ പ്രോഗ്രാം ചൂസ് ചെയ്യുമ്പോൾ സെക്കൻഡറി BA BEd ഞാൻ ചൂസ് ചെയ്യാണ്. അപ്പോൾ ആഡ് എന്ന് കൊടുത്താൽ ഇവിടെ അത് ആഡായി വരും. ഇപ്പോൾ കാണാൻ പറ്റുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് എത്ര യൂണിവേഴ്സിറ്റി വേണം ആഡ് ചെയ്യാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ ഈ ഒരു യൂണിവേഴ്സിറ്റി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ആ ഒരു യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ യൂണിവേഴ്സിറ്റി പിന്നെ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു എൻട്രൻസിന് ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ യൂണിവേഴ്സിറ്റികൾ നിങ്ങൾ നോക്കുന്ന ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ആണോ, പോണ്ടിച്ചേരി ആണോ, ഡൽഹി യൂണിവേഴ്സിറ്റി ആണോ, ഏത് യൂണിവേഴ്സിറ്റിയാണ്, ആ യൂണിവേഴ്സിറ്റികളൊക്കെ ഇവിടെ പ്രോഗ്രാം സെലക്ഷൻ ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്തതിനു ശേഷം യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തതിനു ശേഷം അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് ഏതാണ് നിങ്ങൾ നോക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നാലും നിങ്ങൾ ആ ഒരു കോഴ്സിന് ഈ ഒരു എൻട്രൻസ് ചെയ്തതിനു ശേഷം എന്നൊരു റിസൾട്ട് വന്നതിന് ശേഷം അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആവുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി വിലയിരുത്തിയതിന് ശേഷമായിരിക്കും നിങ്ങളുടെ അഡ്മിഷൻ കാര്യങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എത്ര യൂണിവേഴ്സിറ്റി വേണമെങ്കിൽ ആഡ് ചെയ്യാം. നിങ്ങൾ നോക്കുന്ന കോഴ്സുള്ള ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണുള്ളത് ആ യൂണിവേഴ്സിറ്റികളൊക്കെ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഡിലീറ്റും ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ് നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ വർഷങ്ങൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ വർഷം ഒരുപാട് യൂണിവേഴ്സിറ്റികൾ NCET പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കാര്യം കൂടി വിലയിരുത്തിയിട്ട് നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്ക് ഓരോ കോഴ്സുകളും കൊടുക്കുക. ശേഷം ഇതിൽ ക്യാപ്ചർ കോഡ് അടിച്ചു കൊടുക്കുക. ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കൊടുക്കും. 8th സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. അപ്പോൾ നമ്മളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മൾ 10th അതുപോലെ തന്നെ +2 ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് നമ്മളിവിടെ ആഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ 10th ആൻഡ് +2 ഡീറ്റെയിൽസ് കാര്യങ്ങൾ ആഡ് ചെയ്യാണ്. അപ്പോൾ ഞാൻ എൻ്റെ 10th ഡീറ്റെയിൽസ് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ 10th പാസ് സ്റ്റാറ്റസ് പാസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പാസ് ഓഫ് ഇയർ ഓഫ് പാസിംഗിൽ 2020 കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 10th ഓർ ഈക്വലൻ്റ് അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്ലേസ് ഓഫ് സ്കൂൾ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, അർബൻ ആണോ റൂറൽ ആണോ കാര്യങ്ങളുണ്ട് അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏത് ടൈപ്പ് ഓഫ് സ്കൂളാണ്, ഗവൺമെൻറ് സ്കൂളാണോ പ്രൈവറ്റ് സ്കൂളാണോ എയ്ഡഡ് ആണോ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. കേന്ദ്ര വിദ്യാലയമാണോ അത് കൊടുക്കുക. പിന്നെ ക്വാളിഫയിങ് എക്സാമിനേഷൻ സ്റ്റേറ്റ്, ഏത് സ്റ്റേറ്റിൽ നിന്നാണ് നമ്മൾ +2 പാസ്സായത് 10th പാസ്സായത് കാര്യങ്ങളാണ്. പിന്നെ ക്വാളിഫയിങ് എക്സാമിനേഷൻ ഡിസ്ട്രിക്റ്റ് ഏതാണ് കൊടുക്കുക. പിന്നെ ഏത് ബോർഡാണെന്നുള്ളത്, നമുക്ക് CBSE ആണെന്നുണ്ടെങ്കിൽ അത് കാര്യങ്ങൾ കൊടുക്കുക.
ഇപ്പോൾ നമ്മൾ കേരള ബോർഡാണെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഇതിൽ കേരള ബോർഡ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഉണ്ടാകും. കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ ആണ് 10th ബോർഡായിട്ട് വരുന്നത്. അപ്പോൾ അത് കൊടുക്കുക. പിന്നെ റിസൾട്ട് മോഡ് പെർസെൻറ്റേജ് ഉണ്ട്, അതുപോലെ തന്നെ CGPA മോഡ് ഉണ്ട്. ഞാൻ പെർസെൻറ്റേജ് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ CGPA മോഡ് വേണമെങ്കിൽ അതും കൊടുക്കാം. അപ്പോൾ അതെങ്ങനെ നോക്കുക എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും പെർസെൻറ്റേജും CGPA നോക്കുന്ന എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഇതിൽ ഗ്രേഡ് പോയിന്റ്സ് നോക്കുകയാണെങ്കിൽ നമ്മളെ 10th ക്ലാസ്സിൽ നമുക്ക് ടോട്ടൽ മാർക്ക് കാണില്ല. കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ മാർക്ക് വരുന്ന 640 അത്ര മാർക്ക് നമുക്ക് ഉണ്ടാവില്ല, അത് ഗ്രേഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അത് A+ ആണെങ്കിൽ 9 ഗ്രേഡ് പോയിന്റ് എന്ന് പറയുന്നത്, A ആണെങ്കിൽ 8 ആണ്, B+ ആണെങ്കിൽ 7 ആണ്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമല്ലോ. B ആണെങ്കിൽ 6 ആണ്, C+ ആണെങ്കിൽ 5 ആണ്, C ആണെങ്കിൽ 4, D+ ആണെങ്കിൽ 3, D ആണെങ്കിൽ 2, E ആണെങ്കിൽ 1 എന്നാണ് ഇതിൻ്റെ ഗ്രേഡ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ ഇപ്പോൾ കാണുന്നുണ്ട്, നിങ്ങൾക്ക് ഒരാളുടെ മാർക്ക് ഷീറ്റ്, ഇപ്പോൾ എൻ്റെ മാർക്ക് ഷീറ്റ് ആണെന്നുണ്ടെങ്കിൽ A+ന് 9 മാർക്ക്, ഒരു 8 A+ഉം ഒരു A ആണെങ്കിൽ 8, അതുപോലെ തന്നെ IT B+ ആണ് കാണിക്കുന്നത്. ഇതിൽ ഇപ്പോൾ A മാർക്കാണ് ഇപ്പോൾ ഉള്ളത്, A ഗ്രേഡ് പോയിന്റ് ആണ്. അപ്പോൾ അതെങ്ങനെ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്, പെർസെൻറ്റേജിലേക്ക് ഇതാക്കുക എന്നുള്ളതാണ്. പെർസെൻറ്റേജ് നോക്കുക വെച്ചാൽ പെർസെൻറ്റേജ് ഇസ്ക്വൽ ടു ടോട്ടൽ ഗ്രേഡ് പോയിന്റ് ഇൻറ്റു 100/90 എന്നാണ്. അപ്പോൾ ഗ്രേഡ് പോയിന്റ് ഇപ്പോൾ നമ്മൾ ഇതിൽ ടോട്ടലായിട്ട് നമുക്കിപ്പോൾ എത്ര A+, B+ കാര്യങ്ങളൊക്കെ ആ മാർക്ക് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ ആ ഒരു ഗ്രേഡ് പോയിന്റ് ഇൻറ്റു 100/90 എന്ന് കൊടുക്കണം. അപ്പോൾ നമുക്ക് 87 ഇൻറ്റു ഇപ്പോൾ ഒരു എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത്, ടോട്ടൽ ഗ്രേഡ് പോയിന്റ് ഇൻറ്റു 100/90 കൊടുക്കുമ്പോൾ 96% ആണ് വരുന്നത്. ഇനിയിപ്പോൾ CGPA ആണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ കാണാം, CGPA വരുന്നത് CGPA ടോട്ടൽ ഗ്രേഡ് പോയിന്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സബ്ജക്ട്സ്. ഇപ്പോൾ നമുക്ക് എത്ര സബ്ജക്റ്റ്, 10 സബ്ജക്റ്റ് ആണല്ലോ 10th ക്ലാസ്സിലുള്ളത്. അപ്പോൾ എത്ര ഗ്രേഡ് പോയിന്റ് ഡിവൈഡ് ബൈ 10 കൊടുക്കണം. 87/10 എന്ന് പറയുമ്പോൾ 8.7 ആണ് ഗ്രേഡ് പോയിന്റ് ഉണ്ടാവുക. അപ്പോൾ ഇതാണ് നമ്മളെ ഗ്രേഡ് പോയിന്റും അതുപോലെ തന്നെ ഇതിൽ പെർസെൻറ്റേജ് നോക്കേണ്ട മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൽ ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്, ടോട്ടൽ മാർക്സ് ആഡ് ചെയ്തിട്ടുണ്ട്, ഒബ്റ്റൈൻഡ് മാർക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്ര പെർസെൻറ്റേജ് ആണല്ലോ അതിൽ വരും, ഓട്ടോമാറ്റിക്കലി വരും. പിന്നെ നമ്മുടെ റോൾ നമ്പർ, രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ എൻറോൾമെൻറ്റ് നമ്പർ കൊടുക്കുക SLCയിൽ. അതുപോലെ ഇതിൽ നമ്മൾ ഏത് സ്കൂളാണ് പഠിച്ചിട്ടുള്ളത് അവിടെ സ്കൂളിൻ്റെ പേരും അഡ്രസ്സും കൊടുക്കാം. പിന്നെ ആ സ്കൂള് ഇത് ലൊക്കേറ്റ് ചെയ്യുന്ന പിൻകോഡ് കാര്യങ്ങൾ ആഡ് ചെയ്യണം. പിന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് നമ്മുടെ +2 സബ്ജക്ട്സ് ഡീറ്റെയിൽസ് കാര്യങ്ങളാണ്. അപ്പോൾ +2 കാര്യങ്ങൾ അതുപോലെ തന്നെ ആഡ് ചെയ്യുക. ഞാൻ എൻ്റെ +2 ഡീറ്റെയിൽസ് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. +2 സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ പാസ്ഡ് ആണ്, അതുപോലെ തന്നെ ഇയർ ഓഫ് അപ്പിയറിംഗ് 2022, അതുപോലെ തന്നെ ഇയർ ഓഫ് പാസിംഗ് ആണ്, അപ്പിയറിംഗ് ഓർ പാസിംഗ്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ +2 പഠിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ അപ്പിയറിംഗ് എന്ന് കൊടുത്താൽ ബാക്കി ഡീറ്റെയിൽസ് ആഡ് ചെയ്യേണ്ടതായിട്ട് വരില്ല, നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ആഡ് ചെയ്താൽ മതിയാവും അപ്പിയറിംഗ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഞാൻ +2 പാസ്സായതുകൊണ്ടാണ് ഇത് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഏത് ഗവൺമെൻറ് സ്കൂളാണോ, അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്വാളിഫയിങ് എക്സാമിനേഷൻ ചോദിക്കുന്നിടത്ത് നിങ്ങൾ ബോർഡ് എക്സാം ആണ്, കേരള ബോർഡ് ഓഫ് ഇതിൽ പഠിച്ചാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വരുന്നത് ഇനി പബ്ലിക് സ്കൂൾ ബോർഡ് യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതിയാവും. അതുപോലെ തന്നെ നിങ്ങളുടെ ഇതിൽ മറ്റു കാര്യങ്ങൾ ചോദിക്കുക വെച്ചാൽ ഏതൊക്കെ ക്വാളിഫയിങ് എക്സാമിനേഷൻ, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ് ഏതാണ്, അതുപോലെ തന്നെ ഏത് ബോർഡാണ്, കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണല്ലോ. അപ്പം കേരളത്തിലുള്ളവരാണ് +2 ആണെന്നുണ്ടെങ്കിൽ കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ. അതുപോലെ തന്നെ മോഡ് ഓഫ് പാസ് ചോദിക്കുന്നിടത്ത് CGPA ഓർ പെർസെൻറ്റേജ് ചോദിക്കും. ഞാനിപ്പോൾ പെർസെൻറ്റേജ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1100 1110 എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻറോൾമെൻറ്റ് നമ്പർ, പിന്നെ ഏത് സ്കൂളാണ് പഠിച്ചത്, അതുപോലെ തന്നെ ആ സ്കൂൾ കോഡ് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെയാണ്. ഇനി ക്യാപ്ചർ കോഡ് അടിച്ചു കൊടുക്കാം. ഇതിൽ ക്യാപ്ചർ കോഡ് അടിച്ച ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ 8th സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് 9th സ്റ്റെപ്പിലേക്ക് പോവാണ്. നമ്മൾ രജിസ്റ്റർ അഡീഷണൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ നമ്മളുടെ എന്താ പറയുക, നമുക്ക് ട്വിൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആർ യു എ ട്വിൻ ആൻഡ് ബോത്ത് അപ്ലൈങ് ഫോർ NCT 2026 ചോദിക്കുന്നുണ്ട്. അപ്പോൾ എസ് ആണെങ്കിൽ എസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. അതുപോലെ തന്നെ ഈസ് യുവർ മദർ എംപ്ലോയി ഓഫ് യൂണിവേഴ്സിറ്റികളുടെ എംപ്ലോയി ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ അല്ലാന്ന് കൊടുക്കുക. ഓർ എസ് വർക്കിംഗ് ഓൺ കോൺട്രാക്ട് ബേസിസ് ഓർ റെഗുലർ ആയിട്ടുള്ള എംപ്ലോയി ആണ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നോ കൊടുക്കുകയാണ് ഇല്ലാന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഫാദർ എങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട്, എംപ്ലോയി ഓഫ് യൂണിവേഴ്സിറ്റി ആണ് ചോദിക്കുന്നത്, ഇല്ലാന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക. ശേഷം നമ്മളിതിൽ ക്യാപ്ചർ കോഡ് അടിച്ച് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക, യെസ് കൊടുക്കുക. നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ്. അപ്പോൾ ഇതിൽ ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. CUET പോലുള്ള എൻട്രൻസ് എക്സാമിലും ഈ വർഷം NCET വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റമാണ് നമ്മുടെ ലൈവ് ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്നത്. നമ്മളിതിൽ നമ്മളുടെ ഫോണിൽ സ്കാൻ ചെയ്തതിനു ശേഷം നമ്മളിതിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്, ലൈവായിട്ട് തന്നെ. നമ്മൾ അതിന് നമ്മളുടെ ഫോൺ എടുത്ത് ഇതിൽ സ്കാൻ ചെയ്തതിനു ശേഷം അപ്ലോഡ് ചെയ്യുക. അതിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. സ്കാൻ ചെയ്യാണ്, ഞാനിപ്പോൾ ഇത് സ്കാൻ ചെയ്യാണ്. അപ്പോൾ എനിക്കിതിൽ കാണാൻ പറ്റും, ഇതിലുള്ള പോലെ തന്നെ ഇതിൽ ഓപ്ഷൻ വരും ഫോണിൽ. അപ്പോൾ ക്യാപ്ചർ ലൈവ് ഫോട്ടോഗ്രാഫ് എന്നുള്ളടത്ത് അലോ കൊടുക്കുക, നമുക്കൊരു അലോ ഓപ്ഷൻ കാണിക്കും. അപ്പോൾ നമ്മളിതിൽ ഒരു ലൈവ് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളുടെ മുഖം വിസിബിൾ ആയിട്ടുള്ള ക്ലിയർ ആയി കാണുന്ന രീതിയിലാണ് നമ്മളിതിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാണ്.
അപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, അത് ഇതിലിപ്പോൾ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇതിൽ ചോദിക്കും ആർ യു ഷ്യൂർ യു വാണ്ട് ടു സബ്മിറ്റ് ദിസ് സെക്ഷൻ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഫോട്ടോ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ കാണിക്കും, അല്ലെങ്കിൽ നമ്മളത് ഒന്നുകൂടെ എടുക്കാൻ വേണ്ടി പറയും. അപ്പോൾ എൻ്റെ കറക്റ്റ് ആയിട്ടുണ്ട്, അപ്പോൾ ഞാൻ എസ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ 11th സ്റ്റെപ്പ് ആയിട്ട് വരുന്നത് അപ്ലോഡിങ് ഡോക്യുമെന്റ്സ് ആണ്. നമ്മളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ തന്നെ നമ്മുടെ സിഗ്നേച്ചർ, അതുപോലെ തന്നെ നമ്മളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റിന്റെ PDF അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ സൈസ് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ JPG ഫോർമാറ്റ് ആയിരിക്കണം, JPG ഓർ JPG ഫോർമാറ്റ് ആയിരിക്കണം. പിന്നെ സൈസ് എന്ന് പറയുന്നത് 10 KB to 200 KB ആണ്, അതിൻ്റെ ഇടയിലായിരിക്കണം. പിന്നെ നമ്മളുടെ പാസ്പോർട്ട് സൈസിലെ ഫോട്ടോഗ്രാഫ് വിത്തൗട്ട് മാസ്ക് ആയിരിക്കണം, 80% ഫേസ് വിസിബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ സിഗ്നേച്ചറിന്റെ അതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് JPG ഫോർമാറ്റ് ആണ്, JPG ഓർ JPG ഫോർമാറ്റ് ആണ്. സൈസ് 10 KB to 50 KB ഇടയിലാണ്. പിന്നെ നമ്മുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ PDF ആയിട്ടാണ് അത് അപ്ലോഡ് ചെയ്യേണ്ടത്. 50 to 300 KB ഇടയിലായിരിക്കണം അത്. അപ്പോൾ ഞാനിതിൽ എൻ്റെ ഫോട്ടോ ആഡ് ചെയ്യാണ്. ഇവിടെ അപ്ലോഡ് ഒറിജിനൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. പിന്നെ എൻ്റെ സിഗ്നേച്ചർ ആഡ് ചെയ്യാം. ശേഷം നമ്മളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യാം. നമ്മളിവിടെ അപ്ലോഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി അപ്ലോഡ് ആവും. ഇതിൽ നമുക്കിവിടെ കാണാൻ പറ്റും നമ്മളുടെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്കത് വ്യൂ ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ഹിയർ ടു വ്യൂ അപ്ലോഡ് ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്താൽ നമുക്കത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ സൈസ് കാര്യങ്ങൾ കറക്റ്റ് ആണെന്ന് ശ്രദ്ധിച്ച് തന്നെ അപ്ലോഡ് ചെയ്യാം. ശേഷം ഇതിൻ്റെ ക്യാപ്ചർ കോഡ് അടിച്ചു കൊടുത്തതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാം. ഇവിടെ ഡു യു വിഷ് യു വാണ്ട് ടു സബ്മിറ്റ് ഡോക്യുമെന്റ് ഫോം ഫൈനലി എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ എസ് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ മറ്റൊരു കാര്യം കൂടി വരും, റിവ്യൂ പേജ് എന്ന് പറഞ്ഞാൽ പ്ലീസ് റിവ്യൂ ദി ഫോളോവിംഗ് ഇൻഫർമേഷൻ ബിഫോർ ഫൈനൽ സബ്മിറ്റ്. ഇഫ് യു വുഡ് ലൈക്ക് ടു ചേഞ്ച് എനി ഇൻഫർമേഷൻ പ്ലീസ് യൂസ് ദി ലിങ്ക്സ് പ്രൊവൈഡഡ് ഓൺ ദി ലെഫ്റ്റ് മെനു ബാർ. അപ്പോൾ നമുക്കിനി ചേഞ്ച് എന്തെങ്കിലും വരുത്തണം എന്നുണ്ടെങ്കിൽ ലെഫ്റ്റിലുള്ള മെനു ബാർ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ ചേഞ്ചസ് വരുത്താം. നമ്മൾ വെരിഫൈ ചെയ്യുക കാര്യങ്ങളൊക്കെ. ഇതിൽ നിങ്ങൾ ഓരോ കാര്യങ്ങൾ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കറക്റ്റ് ആണെന്ന് ശേഷം അതിൻ്റെ താഴെ തന്നെ ടിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ കാര്യങ്ങൾ കറക്റ്റ് ആണെങ്കിൽ ടിക്ക് ചെയ്യാം നിങ്ങൾക്ക്. ശേഷം മാത്രമേ നിങ്ങൾക്ക് ഇത് ഫൈനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ ഇപ്പോൾ എൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കണം. എൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, പേര്, അതുപോലെ തന്നെ പേരൻസിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, എൻ്റെ റിസർവേഷൻ സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങൾ, ബാക്കിയുള്ള അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും റിസർവേഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, ആധാർ ID അതൊക്കെ കറക്റ്റ് ആണെന്നുള്ളത് വെരിഫൈ ചെയ്യണം. അപ്പോൾ ഞാൻ അതൊക്കെ വെരിഫൈ ചെയ്തിട്ടുണ്ട്, ഞാൻ ടിക്ക് ചെയ്യാണ്. പിന്നെ നെക്സ്റ്റ് ഇതിൽ ബാക്കിയുള്ള കാര്യങ്ങൾ PW കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ. അതിനുശേഷം സെലക്ട് ഫോർ എക്സാം, നമ്മളുടെ എക്സാമിന് ചൂസ് ചെയ്ത NCTയുടെ പേപ്പേഴ്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ എക്സാം സെൻറ്റേഴ്സ് ഏതൊക്കെയാണ്, ആ കാര്യങ്ങളൊക്കെ അതൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യാം. വെരിഫൈ ചെയ്തതിന് ശേഷം ടിക്ക് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് വരെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റിയുടെ പ്രോഗ്രാം ലിസ്റ്റ് ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അവിടെയൊക്കെ നമ്മൾ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അതൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യാം. പിന്നെ 10th-ലെയും 12th-ലെയും നമ്മൾ മാർക്ക് കാര്യങ്ങൾ വെരിഫൈ ചെയ്യാം, അതും ടിക്ക് ചെയ്യാം. പിന്നെ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രസൻറ്റ് അഡ്രസ്സ്, പെർമനൻറ്റ് അഡ്രസ്സ് കാര്യങ്ങൾ അതൊക്കെ കറക്റ്റ് ആണെങ്കിൽ അത് ടിക്ക് ചെയ്യാം. ശേഷം നമ്മളുടെ നേരത്തെ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ്, നമ്മളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ തന്നെ നമ്മുടെ സിഗ്നേച്ചർ, ഇപ്പോൾ നിങ്ങൾക്ക് റിസർവേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കൂടി കറക്റ്റ് ആണെന്ന് വെരിഫൈ ചെയ്യണം. പിന്നെ നമ്മളുടെ ലൈവ് ഫോട്ടോഗ്രാഫ് അതുകൂടി വെരിഫൈ ചെയ്യണം. ശേഷം നമ്മൾ ഇവിടെ അഗ്രി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന മുമ്പ് ഈ കാര്യങ്ങളൂടെ വായിച്ച് നോക്കുക. ഐ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഐ ഹാവ് ഫിൽഡ് അപ്പ് ദിസ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം. അങ്ങനെ അതിൽ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെ വായിച്ചതിന് ശേഷം നമ്മൾ ഫൈനൽ സബ്മിഷൻ കൊടുക്കുകയാണ്. ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ പോകുന്ന ഫീ പേയ്മെൻറ്റിലേക്കാണ്. അപ്പോൾ ഇതിൽ ആർ യു ഷ്യൂർ യു വാണ്ട് ടു സബ്മിറ്റ് ദ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്ത് എസ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് കടന്നു. പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ കറക്ഷൻ വിൻഡോ വന്നാൽ നമുക്ക് ബാക്കി എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ വരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ എസ് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള മെയിൻ ആയിട്ടുള്ള സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫൈനൽ സ്റ്റെപ്പാണ് നമുക്ക് ബാക്കിയായിട്ടുള്ളത്. നമ്മൾ തേർഡ് സ്റ്റെപ്പിലേക്ക് പോവാണ്. അത് ഫീ പേയ്മെൻ്റ് ആണ്. അപ്പോൾ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്, ഞാൻ OBC കാറ്റഗറിയിലാണ് റിസർവേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് വരുന്ന 1000 രൂപയാണ് ഇതിൽ കാണാൻ. നിങ്ങൾക്ക് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ശേഷം ഇതിൽ പേ എക്സാമിനേഷൻ ഫീ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എക്സാം
ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് നമ്മൾ ഇതാക്കേണ്ടത്. പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യാം. ആർ യു ഷ്യൂർ യു വാണ്ട് ടു ഗോ ഫോർ ഫ്രീ പേയ്മെൻറ്റ്? അപ്പോൾ നമ്മൾ ഓക്കെ കൊടുക്കണം. അപ്പോൾ ഇതിൽ നമ്മളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കാണാൻ പറ്റും. നമ്മുടെ പേര്, അതുപോലെ തന്നെ എത്ര ഫീ ആണ് നമ്മൾ അടയ്ക്കേണ്ടത്, അതുപോലെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെന്നുള്ളത് നിങ്ങൾ വെരിഫൈ ചെയ്യുക. ശേഷം നമ്മളിതിൽ ഏതാണ് പേയ്മെൻറ്റ് ചെയ്യാനുള്ള വേ ഏതാണെന്ന് നോക്കുക. അതിൽ നമ്മളിപ്പോൾ ഞാൻ HDFC ബാങ്ക് പേയ്മെൻ്റ് ആണ് ക്ലിക്ക് ചെയ്യുന്നത്. പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ പേ വിത്ത് ഓപ്ഷൻ കാണിക്കും. അപ്പോൾ ഞാനിതിൽ നെറ്റ് ബാങ്കിങ് ആണ് കൊടുക്കുന്നത്, UPI ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഗൂഗിൾ പേ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ UPI ഇത് കൊടുക്കുക, UPI ID കൊടുക്കുക. ഇവിടെ കൊടുത്തതിന് ശേഷം പ്രൊസീഡ് കൊടുത്താൽ ബാക്കി കാര്യങ്ങൾ വരും. നമ്മളിവിടെ പ്രൊസീഡ് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. ഗൂഗിൾ പേയിലേക്ക് നമുക്കൊരു ഓപ്ഷൻ വരും പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളതിൽ പേയ്മെൻറ്റ് ചെയ്താൽ നമുക്ക് പിന്നെ നമ്മൾ ആ ഒരു കൺഫേം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു കൺഫർമേഷൻ പേജ് വരും. ആ കൺഫർമേഷൻ പേജ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അത് നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾ അഡ്മിഷൻ സമയത്തും ആ കാര്യം നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. നിങ്ങളുടെ ഈ ഒരു എൻട്രൻസ് ജേർണിയിൽ ത്രൂ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കൺഫർമേഷൻ പേജ് വേണം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ശേഷം ഇതിന് ശേഷം പിന്നെ വരുന്ന കാര്യങ്ങൾ എൻട്രൻസ് എക്സാം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. NCTയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അപ്ഡേഷൻസ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഹെൽപ്പ് ഡെസ്കിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓൾ ദി ബെസ്റ്റ്.